എന്തായാലും വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലേക്ക് നീങ്ങിയപ്പോൾ 64.73% പോളിംഗ് ശതമാനം കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. 6 മണിവരെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അതിന് ക്യൂവിൽ നിന്നവർക്ക് 6 മണിക്ക് ശേഷവും വോട്ട് രേഖപ്പെടുത്താം. അതിനുശേഷം എത്തുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല. എന്തായാലും ചൂട് കൂടിയ ഒരു സാഹചര്യത്തിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം കനത്ത പോളിംഗ് ആണ് പല മണ്ഡലങ്ങളിലും ബൂത്തുകളിലുമൊക്കെ രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനമൊക്കെ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ എല്ലാ പ്രമുഖരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയോ? സ്ഥാനാർത്ഥികളൊക്കെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണോ? തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥികളും പ്രധാന നേതാക്കന്മാരും ഒക്കെ തന്നെ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയതാണ്. ഇപ്പോൾ സിറ്റിക്ക് ഉള്ളിലെ ബൂത്തുകളിലൊക്കെ തന്നെ ഏകദേശം എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. തിരക്കൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരക്ക് നിൽക്കുന്നത് ഈ തീരദേശ മേഖലയിലെ ബൂത്തുകളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് UPS ഭീമാപ്പള്ളി സ്കൂളിലെ ഒരുക്കിയിട്ടുള്ള ബൂത്തിലാണ്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തീരദേശ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള മറ്റ് ബൂത്തുകളിലും അത്യാവശ്യം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. സിറ്റിക്കുള്ളിലെ ബൂത്തുകളിലൊക്കെ ഏകദേശം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കുറച്ചുപേർ മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നുള്ളൂ. ഈ ബൂത്തുകളിലാണ് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും തീരപ്രദേശം കേന്ദ്രീകരിച്ചുള്ള ബൂത്തുകളിലൊക്കെ എല്ലാ പ്രാവശ്യവും ഈ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത്തവണ അതിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 6 മണിക്കാണ് ഈ ഒരു വോട്ടിടുന്ന സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 6 മണി കഴിഞ്ഞിട്ടും വോട്ട് രേഖപ്പെടുത്തുക തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയവരെയൊക്കെ ഈ ബൂത്തിൽ നിന്നിപ്പോൾ പുറത്തേക്ക് അധികൃതർ പറഞ്ഞു വിടുന്നുണ്ട്. 6 മണിയോട് കൂടി ഈ സ്കൂളിലേക്കുള്ള ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം ബൂത്തിനുള്ളിൽ നിൽക്കുന്നവർക്കൊക്കെ തന്നെ അവർ കഴിയുന്നത് വരെ വോട്ട് രേഖപ്പെടുത്താനുള്ള സമയവും സജ്ജീകരണങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു. ജുമാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഈ വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അതിനുശേഷം 2 മണിക്ക് ശേഷം പൊതുവെ തീരപ്രദേശം കേന്ദ്രീകരിച്ചുള്ള ബൂത്തുകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുമെന്ന് അധികൃതർ തന്നെ ഉറപ്പിച്ചിരുന്നതാണ്. ആ ഉറപ്പ് ഒട്ടും വ്യത്യസ്തമാക്കാൻ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇവിടെയൊക്കെ അനുഭവപ്പെടുന്നത്. തീരപ്രദേശത്തെ ജനത ഏകദേശം തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയുള്ള ഒരു തിരക്ക് തന്നെയാണ് ഈ ബൂത്തുകളിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്തേണ്ടത്. ഈ സമയം എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ആകെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് 64.73% വോട്ടിംഗ് ആണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 62.52% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അത് 65.56 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ രാവിലെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഏറെ സമയമായിട്ട് വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി എത്തിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം. നേരത്തെ എത്തിയോ? ഒരുപാട് നേരമായി. തിരക്കൊക്കെ ഒഴിയും വൈകിട്ടാവുമ്പോ എന്ന് കരുതി വന്നതാണോ? സുഖമില്ലാട്ടൊരു വെയിലത്ത് വന്ന് വിളിവെന്ന് പറഞ്ഞിട്ട് നേരം താമസിച്ചു വന്നപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമയമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളവരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. കുറെ നേരമായി വന്നിട്ട്? വൈകിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വരാന്ന് കരുതി. 4 മണിയുടെ ബാങ്കിന് ശേഷം വന്നതാണ്. ഒരുപാട് ലേറ്റ് ആവുമല്ലോ? നമ്മൾ വോട്ടിട്ടില്ലേ മതിയാവും. വോട്ടിട്ടിട്ടേ പോകുന്നുള്ളൂ. വോട്ടിട്ടെ പോവും. 4 മണി മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ളവരാണ്. എത്ര വൈകിയാലും വോട്ട് നൽകിയിട്ട് വോട്ട് ചെയ്തിട്ട് മാത്രമേ മടങ്ങിപ്പോവൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരാണ്. എന്തായാലും തീരപ്രദേശത്തെ ബൂത്തുകളെ നമ്മൾ നോക്കുമ്പോൾ എന്തായാലും 6 മണിക്കൊന്നും ഈ പോളിംഗ് കഴിയില്ല. വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും മടങ്ങുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. 6 മണിക്ക് ശേഷവും പോളിംഗ് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ പ്രദേശത്തെ പോളിംഗ് ബൂത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും സൂര്യഗായത്രി പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരത്തോടെ ആയപ്പോഴേക്കും പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കുകളാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം വെച്ച് നോക്കുമ്പോൾ 5-15 വരെയുള്ള കണക്കുകളാണ് നമുക്ക് ലഭിച്ചത്. 62.52% തിരുവനന്തപുരത്ത്
ഇപ്പോൾ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുന്ന തിരക്കിലാണ്. അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ എല്ലാ ബൂത്തുകളിലും ജനങ്ങൾ നിറയുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. തീരദേശ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സൂര്യഗായത്രി നമ്മളോട് പങ്കുവച്ചത്. ഇനി കാസർഗോഡിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ്, അവസാന മണിക്കൂർ, ഇനി അരമണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ വോട്ടെടുപ്പ് പൂർത്തിയാകാൻ. എങ്ങനെയാണ് കാസർഗോഡ് നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്? ശ്രുതി, കാസർഗോഡ് മണ്ഡലത്തിൽ മറ്റു മണ്ഡലങ്ങളിലെ പോലെ തന്നെ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ